ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള സംശയങ്ങൾ, മിക്ക സംശയങ്ങൾക്കും നമുക്ക് അതിനുള്ള ഉത്തരം ഇത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ, ആലോചിച്ചാൽ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഇല്ലാതാകാൻ, അത് തീർന്നു പോകാൻ, അതിനുള്ള പരിഹാരമായി തീരാൻ അത് തന്നെ മതിയാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതേസമയം ഇങ്ങനെയുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രമാണം ഒരിക്കലും ബുദ്ധിക്കെതിരാവുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, എന്നാലും പല സന്ദർഭങ്ങളിൽ പല വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ബുദ്ധിക്കെതിരാണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് ശരിക്ക് ഒരു വിശ്വാസി, ഒരു മുസ്ലിം ചെയ്യേണ്ടത്? ഒന്നാമതായി, ഒരു മുസ്ലിം ഉറച്ച് വിശ്വസിക്കുക, യഥാർത്ഥത്തിൽ ഒരിക്കലും പ്രമാണവും ബുദ്ധിയും എതിരാവുകയില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഒരു ഉറച്ച വിശ്വാസമായി മാറേണ്ടതുണ്ട്. രണ്ടാമതായി, ഒരു മുസ്ലിം സത്യമെന്താണെന്ന് മനസ്സിലാക്കൽ ആയിരിക്കണം അവൻ്റെ ലക്ഷ്യം. ഇതിലെന്താണ് ഹക്കെന്ന് ബോധ്യപ്പെടലായിരിക്കണം ലക്ഷ്യം. അള്ളാഹുവിലും അവൻ്റെ റസൂലിലുമുള്ള ഈമാൻ അവൻ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളും പ്രാർത്ഥനകളും അവനിൽ നിന്നുണ്ടാകണം. അങ്ങനെ ഈമാൻ സാക്ഷാത്കരിക്കാൻ, ഈമാൻ കൂടുതൽ ശക്തിപ്പെടുത്താൻ, വിശ്വാസത്തെ ദൃഢപ്പെടുത്താനുള്ള ശ്രമവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ, ഈമാൻ ശരിയാക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിലേക്ക് അവൻ എത്തിക്കും. സൂറത്തു നഹ്ലിൻ്റെ 104-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിആയാതില്ലാഹ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്ത ആളുകൾ, ലാ യഹ്ദീഹിമുല്ലാഹ്, അവരെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല. അള്ളാഹുവിൽ ഈമാനില്ലാത്ത, വിശ്വസിക്കാത്ത ആളുകൾ, വിശ്വാസത്തെ ശരിപ്പെടുത്താൻ ശ്രമിക്കാത്ത ആളുകൾ, അവരെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല. എന്താണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിശ്വാസത്തെ ക്രമപ്പെടുത്താനും ശരിപ്പെടുത്താനും ശാക്തീകരിക്കാനും അതിനെ കൂടുതൽ ദൃഢമാക്കാനും ഒക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിലാക്കും. അവർക്ക് അവരുടെ സത്യത്തിലേക്ക്, ഹക്കിലേക്ക് അള്ളാഹു എത്തിക്കും എന്നുള്ളതാണ്. നേർമാർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും എന്നതാണ്. മൂന്നാമതായി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ആ ഒരു സംശയം, ആ ഒരു ചോദ്യം, അത് ഉറപ്പുള്ള, അവന് വിശ്വാസമുള്ള ഒരു അറിവുള്ളൊരു പണ്ഡിതനോട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അറിവിൻ്റെ കേന്ദ്രങ്ങളിൽ, അവിടെ നിന്നും ആ സംശയത്തിനുള്ള ദൂരീകരണം, വിശ്വാസയോഗ്യമായ സ്രോതസ്സുകളിൽ നിന്ന് ആ സംശയത്തിനുള്ള ദൂരീകരണം അവൻ തേടുക എന്നുള്ളതാണ് മൂന്നാമതായി ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അങ്ങനെ അറിവുള്ളവരോട് ചോദിച്ചാൽ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ, വ്യക്തികളിൽ അവൻ ആശ്രയം തേടിയാൽ അവൻ്റെ അറിവില്ലായ്മക്ക്, അവൻ്റെ സംശയത്തിനുള്ള ഉത്തരം ലഭിക്കുമെന്നുറപ്പാണ്. അതേസമയം അള്ളാഹുവിൻ്റെ ശത്രുക്കൾ ഇങ്ങനെയുള്ള തെറ്റായ ആശയങ്ങൾ പടച്ചുവിടുന്ന, അതുണ്ടാക്കിവിടുന്ന വ്യതിയാനത്തിൻ്റെ വക്താക്കൾക്ക് ചെവി കൊടുക്കാതിരിക്കുക, അവരെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതും കൂടി അവൻ ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമതായി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ ബുദ്ധിയേക്കാളും മറ്റെല്ലാറ്റിനേക്കാളും പ്രമാണത്തിന് പ്രാമുഖ്യം കൊടുക്കുക, പ്രമാണത്തെ മുന്തിക്കുക എന്നുള്ള കാര്യം അവൻ്റെ മനസ്സിൽ അവൻ ഊട്ടിയുറപ്പിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഒരു അടിസ്ഥാന നിയമമായിരിക്കണം അത്. സൂറത്തുൽ അഅറാഫിൻ്റെ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞല്ലോ, ഇത്തബിഊ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നും നിങ്ങൾക്ക് അവതീർണമായത് നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഊ മിൻ ദൂനിഹി ഔലിയാ, അവന് പുറമെയുള്ള മറ്റു രക്ഷാധികാരികളെ നിങ്ങൾ പിൻപറ്റരുത്. അപ്പോൾ അള്ളാഹുവിനെയാണ്, അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വഹീനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. മറ്റുള്ള ആളുകളുടെ വാദങ്ങളെയോ മറ്റുള്ള കാര്യങ്ങളെയോ അല്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അരക്കെട്ടുറപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഇങ്ങനെ നമ്മൾ അറിവുള്ളവരോട് ചോദിച്ച സംശയങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു വിഷയമാണ്, നമുക്ക് വരുന്ന സംശയങ്ങൾ ചോദിക്കാൻ പാടില്ല, നമുക്ക് വരുന്ന ഇഷ്കാലുകൾ അത് അറിവുള്ളവരോട് ചോദിച്ച് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതൊക്കെ അതൊന്നും ശരിയല്ല എന്നൊക്കെ ചിലർക്ക് തോന്നാൻ, അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അത് ശരിയല്ല. നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സ്വഹാബിമാരിൽ തന്നെ വളരെ ചുരുക്കം ഇങ്ങനെ ചില സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ ഉണ്ടായതായി, സംശയങ്ങൾ ഉണ്ടായതായി നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അങ്ങനെ സംശയം ചോദിച്ച സ്വഹാബിയെ എതിർക്കുകയോ
അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയോ ചെയ്തത് ആ ഹദീസിൽ നമുക്ക് കാണുക സാധ്യമല്ല. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് കൈഫ യുഹ്ശറുൽ കാഫിറു അലാ വജ്ഹിഹി യൗമൽ ഖിയാമ. അല്ലാഹുവിൻ്റെ റസൂലെ, ഒരു കാഫിർ, ഒരു അവിശ്വാസി എങ്ങനെയാണ് പരലോകത്ത് അവൻ്റെ മുഖത്തിന്മേൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക? അവൻ്റെ മുഖം കുത്തി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, മുഖത്തിന്മേൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടല്ലോ. അതെങ്ങനെയാണ് സംഭവിക്കുക? അപ്പോൾ ആ സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സംശയമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിലാണ് ആ കാര്യം പറയുന്നത്. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്യൻ വബുക്മൻ വസുമ്മ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവിശ്വാസികൾ അവരെ നാം പരലോകത്ത് അവരുടെ മുഖങ്ങളിൽ ചെവി കേൾക്കാത്തവരായി, കണ്ണ് കാണാത്തവരായി, സംസാരിക്കാൻ കഴിയാത്തവരായി ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് അല്ലാഹു സൂറത്തുൽ ഇസ്രായിൻ്റെ 97-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ സ്വഹാബിക്ക് സംശയമായി മനസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൊടുത്തൊരു ഉത്തരമുണ്ട്. എന്തായിരുന്നു ആ ഉത്തരം? അല്ലാഹുവിൻ്റെ റസൂൽ ആ സംശയം ക്ലിയർ ചെയ്തു കൊടുത്തു. അലൈസല്ലദി അംശാഹു അലാ റിജ്ലൈഹി, ആ മനുഷ്യനെ അവൻ്റെ 2 കാലുകളിൽ നടത്തിയവൻ, ഫിദ്ദുന്യ, ദുനിയാവിൽ 2 കാലുകളിലായി, 2 കാലുകളിലായി അവനെ നടത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാദിറൻ അലാ അൻ യുംഷിയഹു അലാ വജ്ഹിഹി യൗമൽ ഖിയാമ, ആ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവൻ്റെ മുഖത്തിന്മേൽ അവനെ നടത്തിക്കാൻ കഴിവില്ലേ? ഖാദിറല്ലേ അള്ളാഹു? അള്ളാഹുവിന് പരലോകത്ത് ദുനിയാവിൽ 2 കാലുകളിൽ നടത്തിയിട്ടുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവൻ്റെ മുഖത്തിൽ അവനെ നടത്താൻ അവന് കഴിവില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ച് ആ സ്വഹാബിയുടെ സംശയം അവിടെ ക്ലിയർ ചെയ്തു കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള സംശയങ്ങൾ, മിക്ക സംശയങ്ങൾക്കും നമുക്ക് അതിനുള്ള ഉത്തരം ഇത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ, ആലോചിച്ചാൽ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഇല്ലാതാകാൻ, അത് തീർന്നു പോകാൻ, അതിനുള്ള പരിഹാരമായി തീരാൻ അത് തന്നെ മതിയാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതേസമയം ഇങ്ങനെയുള്ള ബുദ്ധിപരമായി നമുക്ക് തോന്നുന്ന സംശയങ്ങൾ, ഇതിൽ നമ്മൾ ഉത്തരം തേടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലക്ഷ്യം സത്യമറിയലായിരിക്കണം. സത്യം, ഹക്ക് എന്താണെന്ന് ബോധ്യപ്പെടാൻ ആ ലക്ഷ്യത്തിലായിരിക്കണം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. തർക്കിക്കാൻ വേണ്ടിയോ അനാവശ്യമായ കുതർക്കങ്ങളിൽ ഏർപ്പെടാനോ ഒന്നും വേണ്ടി ആകരുത് നമ്മൾ ചോദിക്കുന്നത്. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ, നമ്മൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് അറിവുള്ളവരോട് നമ്മൾ ചോദിക്കണം. അല്ലാതെ അതിനെക്കുറിച്ചൊരു ധാരണയുമില്ലാത്ത അവൻ്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്ത ഏതൊക്കെയോ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരു ട്വിറ്ററിൽ ഒക്കെ, ഒരു അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റായിട്ട് സംശയം അങ്ങോട്ട് പോസ്റ്റ് ചെയ്താൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ഒരുപാട് ആളുകൾ അതിൽ ശരിയും ശരിയല്ലാത്തതും തെറ്റായതും അബദ്ധങ്ങളും എല്ലാം അതിന് ഉത്തരങ്ങളായി കടന്നു വരുന്ന, ആ സംശയം ഇല്ലാത്തവർക്ക് കൂടി ആ സംശയം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മുടെ സംശയങ്ങൾ ഇടുക എന്നുള്ളതല്ല. അതിൽ അറിവുള്ള, ആ വിഷയത്തിന് നമുക്ക് ഉത്തരം പറയാൻ അറിവുള്ള ആളുകളോട് തന്നെ നമ്മളത് ചോദിക്കുക എന്നുള്ളതാണ് വേണ്ടത്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മര്യാദ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ട്, ഖുർആനിനെയും സുന്നത്തിനെയും ബഹുമാനിച്ചുകൊണ്ട്, ആ ബഹുമാനത്തെ നിലനിർത്തിക്കൊണ്ട്, ആ മര്യാദയെ നിലനിർത്തിക്കൊണ്ടുള്ള രൂപത്തിലായിരിക്കണം നമ്മുടെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. ആ മര്യാദകളെല്ലാം കളഞ്ഞു കുളിക്കുന്ന ഒരു അപമര്യാദയുടെ രൂപത്തിൽ, അങ്ങനെയുള്ള ഒരു ധ്വനിയിൽ നമ്മുടെ ചോദ്യങ്ങൾ ഉണ്ടാകരുത്. ആ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ചോദിക്കാൻ, അങ്ങനെയുള്ള നമുക്ക് വരുന്ന സംശയങ്ങൾക്കുള്ള ദൂരീകരണം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.